അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്നുള്ള ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും വേഗത്തിൽ പൂവണിയാൻ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരു ദിക്റാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നല്ല തഖ്വയോട് കൂടി നമ്മുടെ മനസ്സിൽ നല്ല വിശ്വാസത്തിൽ ഇത് നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉപകാരം കിട്ടുന്ന ഒരു ദിക്റാണിത് ഇൻഷാ അല്ലാഹ്. നല്ല മനസ്സ് വേണം ഇത് ചൊല്ലാൻ. അല്ലാതെ ഞാനൊന്ന് ഇത് പരീക്ഷിച്ച് നോക്കട്ടെ, നമുക്കൊരു ദിക്റോ സ്വലാത്തോ നമ്മൾ ചൊല്ലുന്ന സമയത്ത് അല്ലെങ്കിൽ എവിടുന്നെങ്കിലും നമ്മൾ ഈ ഒരു ദിക്റിനെ പറ്റി കേട്ടു, എന്നാൽ ഞാനൊന്ന് നോക്കട്ടെ, ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ കിട്ടുമോ ഇല്ലയോ, അങ്ങനെ ഒരു രീതിയിൽ അല്ല ഇതൊന്നും ചൊല്ലേണ്ടത്. ഇത് എന്ന് മാത്രമല്ല, ഏത് ദിക്റായാലും സ്വലാത്തായാലും ദുആ ആയാലും ഒന്നും അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. ഒരുപാട് കഷ്ടപ്പാടും പ്രയാസങ്ങളുമുണ്ട് ഓരോരുത്തർക്കും. അതൊക്കെ തീർന്നു കിട്ടാൻ നാം അള്ളാഹുവിലേക്ക് ദുആ ചെയ്യുക, അള്ളാഹുവുമായിട്ട് കൂടുതൽ നാം അടുക്കുക. അതുപോലെ സന്തോഷം വരുന്ന സമയത്ത് മാത്രമല്ല അള്ളാഹിനെ നാം ഓർക്കേണ്ടത്, പ്രയാസം വരുമ്പോൾ മാത്രമല്ല അള്ളാഹുവിനെ നാം ഓർക്കേണ്ടത്. നമ്മൾ നല്ല സന്തോഷമുള്ള ജീവിതത്തിലാണെങ്കിലും അള്ളാഹിനെ നാം ഓർത്തുകൊണ്ടിരിക്കണം. അല്ലാതെ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രയാസങ്ങൾ കടന്നു വരുന്ന സമയത്ത് ഞാൻ ഇനി എന്താ ചെയ്യുക, ഞാൻ ആകെ തകർന്നല്ലോ റബ്ബേ, ആ ഒരു സമയത്ത് മാത്രമല്ല നാം അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത്. ഏത് സന്തോഷത്തിലും ഏത് വിഷമഘട്ടത്തിലും നമ്മൾ നല്ല സമാധാനത്തിലും സന്തോഷത്തിലുമുള്ള ഒരു ജീവിതമാണ് എന്ന് വെക്കുക. ആ ഒരു സമയത്ത് നാം അള്ളാഹുവിനോട് കൂടുതലായിട്ട് അടുക്കണം. അല്ലാതെ പ്രശ്നം പ്രയാസം വരുന്ന സമയത്ത് മാത്രമല്ലല്ലോ അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യേണ്ടതും അള്ളാഹുവിന് വേണ്ടിയിട്ട് നമ്മൾ ഇബാദത്ത് ചെയ്യേണ്ടതും. എല്ലാ ദിവസവും എല്ലാ സമയത്തും എന്ന് പറഞ്ഞാൽ ഓരോ നിമിഷവും നാം അള്ളാഹുവിനോട് എപ്പോഴും അടുത്തുകൊണ്ടിരിക്കുക, അള്ളാഹുവുമായിട്ട് കൂടുതൽ അടുക്കുക. എന്നാൽ നമ്മുടെ കഷ്ടപ്പാടും പ്രയാസങ്ങളും എല്ലാം നമുക്ക് റാഹത്താക്കി തരും ഇൻഷാ അല്ലാഹ്. ചിലർക്ക് നന്നാവാനുള്ള ഒരവസരമാണ് ഓരോ പരീക്ഷണം വരുമ്പോഴാണ് ഓരോരുത്തർ നന്നാവുക. പരീക്ഷണങ്ങൾ വന്നാലേ ചിലർ നന്നാവുകയുള്ളൂ. അള്ളാഹുവിന് വെറുപ്പില്ലാതെ ദേഷ്യമില്ലാതെ നാം ജീവിക്കാൻ നോക്കുക. അള്ളാഹുവിന് നമ്മോട് വെറുപ്പുണ്ടാവരുത്, അള്ളാഹുവിന് നമ്മളോട് ദേഷ്യമില്ലാതെ വേണം നമ്മൾ ജീവിക്കാൻ. അള്ളാഹുവിന് നമ്മളോട് കോപം വന്നാൽ നമ്മുടെ ജീവിതം ആകെ മറിയും അല്ലേ, ആകെ തരിപ്പിടമാവും. അങ്ങനെ ഒരു അവസ്ഥ നമുക്കാർക്കും അള്ളാഹു തരാതിരിക്കട്ടെ. ആമീൻ. എല്ലാവരും ദുആ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിക്ർ നിങ്ങൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ക്ഷമയോട് കൂടിയിട്ട് കേൾക്കണം. കാരണം ഈ ദിക്ർ ചൊല്ലേണ്ട രൂപമൊക്കെ ഇതിൽ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് ക്ഷമയോട് കൂടിയിട്ട് കേൾക്കാൻ നോക്കുക ഇൻഷാ അല്ലാഹ്. ഈ ദിക്ർ ചൊല്ലേണ്ട രൂപം: ആദ്യം തന്നെ വുളു ചെയ്യുക. വുളു എടുത്തതിന് ശേഷം മുത്ത് റസൂലിൻ്റെ പേരിൽ 11 സ്വലാത്ത് ചൊല്ലുക. 11 സ്വലാത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സ്വലാത്ത് നിങ്ങൾക്ക് ചൊല്ലാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സ്വലാത്തും ചൊല്ലാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സലാത്തും, ഇന്ന സലാത്ത് എന്നൊന്നുമില്ല. അതിൻ്റെ ശേഷമായിട്ട് ദിക്ർ: ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ ഹർഷിൽ അലീം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ ഹർഷിൽ അലീം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർഷിൽ അലീം എന്ന ദിക്റാണ്, എന്ന ആയത്താണ് ചൊല്ലേണ്ടത്. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ ഹർഷിൽ അലീം എന്ന ആയത്ത് ഇൻഷാ അല്ലാഹ് ഞാനിത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് ഇങ്ങനെ ചൊല്ലിയാൽ മതി. സ്ക്രീൻഷോട്ടായിട്ട് എടുത്ത് വെച്ചാലും മതി. എന്നാൽ നിങ്ങൾക്ക് നോക്കി ചൊല്ലാൻ എളുപ്പമാണല്ലോ. അങ്ങനെ ഈ ഒരു ദിക്ർ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷം വീണ്ടും നിങ്ങൾ 11 സ്വലാത്ത്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 11 സ്വലാത്ത്, ഇത് 111 തവണയാണ് ചൊല്ലേണ്ടത് കേട്ടോ. ഈ ഒരു ദിക്ർ 111 തവണ ചൊല്ലുക. അതിൻ്റെ ശേഷമാണ് 11 സ്വലാത്ത് നിങ്ങൾ ചൊല്ലേണ്ടത്. മനസ്സിലായില്ലേ? ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം, ശരിക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീണ്ടും പറയുന്നത്.
ആദ്യം തന്നെ നിങ്ങൾ വുളു എടുക്കണം. വുളു എടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം മുത്ത് റസൂലിൻ്റെ പേരിൽ നിങ്ങൾ 11 സ്വലാത്ത് ചൊല്ലുക. സ്വലാത്ത് ചൊല്ലുന്നത് നിങ്ങൾക്കിഷ്ടമുള്ള ഏത് സ്വലാത്തായാലും 11 എണ്ണം ചൊല്ലുക. അങ്ങനെ നിങ്ങൾ സ്വലാത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം 11 സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷം ദിക്ർ പറയാം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർഷിൽ അലീം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർഷിൽ അലീം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർഷിൽ അലീം എന്ന ദിക്ർ ഇതാ ഇവിടെ സ്ക്രീനിൽ കാണുന്നുണ്ട്. അത് നോക്കിയിട്ട് ചൊല്ലുക. ഈ ഒരു ദിക്ർ ചൊല്ലേണ്ട എണ്ണം 111 തവണ ചൊല്ലുക. 111 തവണ ഇതുപോലെ ഈ ഒരു ദിക്ർ കഴിഞ്ഞതിൻ്റെ ശേഷം വീണ്ടും മുത്ത് റസൂലിൻ്റെ പേരിൽ 11 സ്വലാത്ത് നിങ്ങൾ ചൊല്ലുക. വീണ്ടും 11 സ്വലാത്ത് ചൊല്ലി അവസാനിപ്പിക്കുക. സൂറത്ത് തൗബയിലെ അവസാന ആയത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ ഒരു ദിക്ർ. സൂറത്ത് തൗബയിലെ തൗബ സൂറത്തിലെ അവസാന ആയത്തിൻ്റെ ഒരു ഭാഗമാണിത്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ക്ലിയർ ആയില്ലേ, മനസ്സിലായില്ലേ? അത് ഇതേപോലെ നിങ്ങൾ 111 തവണ ഈ ഒരു ദിക്ർ ചൊല്ലുക. ആദ്യം ഫസ്റ്റിൽ വുളു എടുക്കുക. വുളു എടുത്തതിൻ്റെ ശേഷം 11 സ്വലാത്ത്, വീണ്ടും ഈ ഒരു ദിക്ർ, അതിൻ്റെ ശേഷം വീണ്ടും മുത്ത് റസൂലിൻ്റെ പേരിൽ 11 സ്വലാത്ത്. 111 തവണയാണ് ഈ ഒരു ദിക്ർ ചൊല്ലേണ്ടത്. അങ്ങനെ ഇത് ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങളെ ആവശ്യം നിങ്ങൾ അള്ളാഹുവിനോട് പറയുക. നിങ്ങൾക്ക് എന്ത് പ്രയാസമാണ്, എന്ത് വിഷമമാണ്, എന്ത് ആഗ്രഹമാണ് നിങ്ങളെ മനസ്സിലുള്ളത്, അങ്ങനെ തുടങ്ങി ഹലാലായിട്ടുള്ള എന്തൊരു കാര്യത്തിനും ഇതുപോലെ വളരെ തെക്കുവയോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒന്ന് ചൊല്ലി നോക്കട്ടെ. ചൊല്ലി നോക്കിയാൽ ചിലപ്പം ഞാൻ വിചാരിച്ച കാര്യം നടക്കുമോ ഇല്ലയോ, അങ്ങനെ ഒരു മനസ്സോടെ നിങ്ങൾ ചൊല്ലരുത്. നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഈ ഒരു ദിക്ർ ചൊല്ലിയാൽ, ഇതേ രൂപത്തിൽ ചൊല്ലിയാൽ എൻ്റെ കാര്യം അള്ളാഹു എനിക്ക് നടത്തിത്തരും എന്ന പൂർണ്ണ വിശ്വാസത്തോട് കൂടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു ദിക്ർ എന്നല്ല ഏതൊരു ദിക്റും നിങ്ങൾ ഓരോരോ കാര്യത്തിന് നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണ് നിങ്ങൾ ചൊല്ലുന്നത് എങ്കിൽ ഇൻഷാ അള്ളാഹ് തീർച്ചയായിട്ടും നിങ്ങളെ കാര്യം അള്ളാഹു നിങ്ങൾക്ക് സാധിപ്പിച്ചു തരും. കാരണം അള്ളാഹ് നിങ്ങളെ മനസ്സിലാണ് നോക്കുക. നിങ്ങളെ മനസ്സിൽ തെക്കുവയുണ്ടോ എന്നാണ് അള്ളാഹു നോക്കുക. നിങ്ങളെ മനസ്സിൽ എങ്ങനെയാണ് നിങ്ങളെ മനസ്സ് ഈ ഒരു ദിക്ർ ചൊല്ലുമ്പം അള്ളാഹ്ക്കത് അറിയാം. അപ്പം ആ ഒരു തെക്കുവ അനുസരിച്ചിട്ടാണ് അള്ളാഹു നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം നൽകുക. അപ്പം നല്ല മനസ്സോട് കൂടിയിട്ട്, വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിലില്ലാതെ നല്ല മനസ്സോട് കൂടിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തു നോക്കുക. ചെയ്യുന്ന സമയത്ത് വുളു എടുത്തതിൻ്റെ ശേഷം 11 സ്വലാത്ത് ചൊല്ലിയിട്ട് അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ദിക്റും ചൊല്ലണം. എന്നിട്ട് അതിൻ്റെ ശേഷം 11 സ്വലാത്ത്, 111 തവണ ഈ ഒരു ദിക്ർ, അത് കഴിഞ്ഞിട്ട് 11, ഇങ്ങനെ നേരെയായിട്ട് ചെയ്തു പോരണം. അല്ലാതെ 11 സ്വലാത്ത് ചൊല്ലി വെച്ചു, അതിൻ്റെ ശേഷം പിന്നെ നമ്മൾ വേറെ ജോലിക്ക് പോയി അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ ഈ ഒരു ഹസ്ബി അല്ലാഹു എന്നുള്ള ഈ ഒരു ദിക്ർ ചൊല്ലാൻ വരുന്നത്. അങ്ങനെയല്ല കേട്ടോ ചൊല്ലേണ്ടത്. വുളു എടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം തന്നെ സ്വലാത്ത് ചൊല്ലുക. എന്നിട്ട് ഈ ദിക്ർ 111 തവണ, അതിൻ്റെ ശേഷം 11 സ്വലാത്ത് വീണ്ടും. എന്നിട്ട് നിങ്ങളെ കാര്യം അള്ളാഹുവിലേക്ക് നിങ്ങൾ വളരെ താഴ്മയോട് കൂടിയിട്ട് അള്ളാഹിനോട് നിങ്ങൾ ദുആ ചെയ്യുക. എനിക്ക് അള്ളാഹു മതി, അവനല്ലാതെ ഒരു ഇലാഹുമില്ല, അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിക്കുന്നത്, അവനാണ് മഹത്തായ സിംഹാസനത്തിൻ്റെ നാഥൻ എന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. എനിക്ക് എല്ലാത്തിനും എൻ്റെ അള്ള മതി, എനിക്ക് അവനല്ലാതെ വേറൊരു ഇലാഹുമില്ല, അവൻ്റെ മേലാണ് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ഭരമേൽപ്പിക്കുന്നത്, എൻ്റെ അള്ളാഹുവിലേക്കാണ് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുന്നത്, അവൻ എൻ്റെ കാര്യങ്ങളെല്ലാം എനിക്ക് റാഹത്താക്കി തരും, എൻ്റെ കാര്യങ്ങളെല്ലാം തീർത്തു തരും, എൻ്റെ ആവശ്യങ്ങൾ അള്ളാഹു എനിക്ക് നടത്തി തരും. അങ്ങനെയുള്ള മനസ്സോട് കൂടിയിട്ട് വേണം നമ്മൾ ഈ ഒരു ദിക്ർ ചൊല്ലാൻ. അപ്പം ഈ ഒരു ദിക്ർ നിങ്ങൾ നല്ല മനസ്സോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ചൊല്ലാൻ നോക്കുക. നമ്മുടെ പ്രയാസങ്ങളെല്ലാം അള്ളാഹു നമുക്ക് തീർത്തു തരും. നമ്മുടെ ബുദ്ധിമുട്ടുകളെല്ലാം അള്ളാഹു നമുക്ക് റാഹത്തിലാക്കി തരും. അള്ളാഹുവിനോട് നിങ്ങൾ കൂടുതലായിട്ട് അടുക്കുക. ഇന്നലെ വിട്ട വീഡിയോൻ്റെ താഴെയായിട്ട് ഒരുപാട് പ്രയാസമുള്ള കമൻറ്റുകളാണ് കൂടുതലായിട്ടും വന്നിട്ടുള്ളത്. അപ്പം ഞാനത് കണ്ട സമയത്ത് എന്താണ് ഞാനതിന് കമൻറ്റിന് മറുപടി കൊടുക്കുക എനിക്കറിയില്ല. അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അല്ലാതെ അള്ളാഹ് എല്ലാം
കാണുന്നുണ്ടല്ലോ, എല്ലാം അള്ളാഹു കാണുന്നുണ്ട്. അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുത്തോളി. പ്രശ്നത്തിനെല്ലാം അള്ളാഹു പരിഹാരം തരും. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞില്ലേ, സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിച്ചോളിന്ന്. അത് മാത്രം മതിയാവും. അത് മാത്രം മതി എന്നല്ല, നിസ്കരിക്കേണ്ട സ്വലാത്ത് മാത്രം ചൊല്ലിയാൽ മതി എന്നല്ല കേട്ടോ. നിസ്കാരം 5 വക്ത് നിസ്കരിക്കണം. എന്നിട്ട് അതിൻ്റെ ശേഷം വേണം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ദിക്റും സലാത്തും അതൊക്കെ അതിൻ്റെ ശേഷമേ ഉള്ളൂ. 5 വക്ത് നിസ്കാരം കള ആക്കാതെ വേണം നിസ്കരിക്കാൻ. അപ്പോൾ അള്ളാഹുവിനോട് കൂടുതലായിട്ട് അടുക്കുക. അള്ളാഹുവിലേക്ക് നമ്മൾ അടുത്താൽ നമ്മിലേക്ക് അള്ളാഹു ഓടിയടുക്കുമെന്നാണ്. അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കുക. നിങ്ങളെ പ്രയാസങ്ങളൊക്കെ അള്ളാഹുവിനോട് നിത്യം എല്ലാ ദിവസവും പറയന്നെ ഇങ്ങനെ പറഞ്ഞ് അള്ളാഹ് കേൾക്കും. ഓരോ പറച്ചിലും അള്ളാഹു കേൾക്കും. നിങ്ങൾ അള്ളാഹുവിനോട് എന്താണ് ചോദിക്കുന്നത് അതൊക്കെ അള്ളാഹു കേൾക്കും. അള്ളാഹ് ആ ഒരു സെക്കൻഡിൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം നൽകിയില്ല എങ്കിലും നിങ്ങൾക്ക് അതിനുള്ള മറുപടി അള്ളാഹു തരും ഇൻഷാ അള്ളാഹ്. ആ ഒരു മനസ്സോട് കൂടിയിട്ട് നിങ്ങളെ കാര്യങ്ങളെല്ലാം അള്ളാഹുവിനെ നിങ്ങൾ ഏൽപ്പിക്കുക. നിങ്ങളെ ബുദ്ധിമുട്ടും പ്രയാസവും നിങ്ങൾ അനുഭവിക്കുന്ന വേദന, ജീവിക്കാൻ തന്നെ മനസ്സില്ല. വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. മരണമാണ് മുന്നിലുള്ളത്, വേറെ ഒരു വഴിയുമില്ല. അതുപോലെ ഓരോരോ പ്രയാസങ്ങളുണ്ട്, കമൻറ്റിലൂടെ അറിയിച്ചവരുണ്ട്. അതുപോലെ തന്നെ അസുഖം മൂലം വല്ലാണ്ട് പ്രയാസത്തിലുള്ളവരുണ്ട്. അസുഖം എന്താണെന്ന് തന്നെ അറിയില്ല, കാണിക്കാത്ത ഡോക്ടറില്ല, ഡോക്ടർമാരെല്ലാവരും ഒഴിവാക്കി. അതുപോലെ ഉസ്താദുമാരടുത്ത് പോയി ഒരുപാട് ചികിത്സ ചെയ്തു, എന്നിട്ടും ഭേദമായില്ല. അങ്ങനെ പ്രയാസപ്പെടുന്നവരുണ്ട്. അള്ളാഹുവിൻ്റെ പരീക്ഷണമായിരിക്കാം നമുക്ക് അൽഹംദുലില്ലാ എന്ന് പറയുക. അല്ലാതെ എന്ത് ചെയ്യാൻ? അള്ളാഹ് കാണുന്നുണ്ട് എല്ലാം. അള്ളാഹു എന്തെങ്കിലും കണ്ടു വെച്ചിട്ടുണ്ടാവും. അള്ളാഹു എന്തെങ്കിലും ഒരു പരിഹാരം കാണിച്ചു തരും ഇൻഷാ അള്ളാഹ്. അതുകൊണ്ട് മനസ്സിൽ നല്ല വിശ്വാസത്തോടു കൂടി ആ വിശ്വാസം മുറുകെ പിടിക്കുക. അള്ളാഹു ഉണ്ട് നിങ്ങളെ കൂടെ. അള്ളാഹു എല്ലാം ഹൈറിലാക്കി തരും. അള്ളാഹു എല്ലാം കാണുന്നുണ്ട്. അള്ളാഹു എല്ലാ പ്രയാസങ്ങളും തീർത്തു തരും. അള്ളാഹുവിനോടുള്ള വിശ്വാസം കൂടുതലായിട്ട് മനസ്സിൽ വെക്കുക. എന്ത് കാര്യം, എന്ത് ദിക്റായിക്കോട്ടെ, സലാത്തായിക്കോട്ടെ, എന്ത് കാര്യം നിങ്ങൾ ചെയ്യുന്ന സമയത്തും മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ചെയ്യുക. അതുപോലെ തന്നെ അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുക. തഹജ്ജുദ് നിസ്കരിക്കുക. തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് അള്ളാഹുവിനോട് നിങ്ങളെ പ്രയാസം, നിങ്ങൾ അനുഭവിക്കുന്ന വേദന അള്ളാഹുവിനോട് നിങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. ഒരു 10-15 ദിവസമൊക്കെ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് തുടരെയായിട്ട് നിങ്ങൾ ആ പ്രയാസം അള്ളാഹിനോട് ഇങ്ങനെ പറയുക. കരഞ്ഞോട് തന്നെ പറയുക, അല്ലാ നീ എന്നെ കൈവിടല്ലേ അല്ലാ, എനിക്ക് വേറെ ആരുമില്ല, ഞാൻ ആകെ കുടുങ്ങി നിൽക്കുകയാണ്, എൻ്റെ പ്രയാസം നീ കാണുന്നില്ലേ, എൻ്റെ പ്രയാസം നീ മാറ്റിക്കൊണ്ടാ അല്ലാ, ഞങ്ങളെ കുടുംബത്തിൽ ഞാനുള്ള പ്രയാസമുണ്ട്, ഞങ്ങൾക്ക് പ്രശ്നമുണ്ട്, ബുദ്ധിമുട്ടുണ്ട് റബ്ബേ, എന്നെ നീ കൈവിടല്ലേ അല്ലാ. വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പറഞ്ഞത് തന്നെ ദുആ ചെയ്തത് തന്നെ ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാ കേൾക്കും. അള്ളാഹു നിങ്ങൾക്ക് മറുപടി തരും ഇൻഷാ അല്ലാഹ്. അള്ളാഹു ദുആ ചെയ്തിട്ടും ഒരുപാട് തവണ ഞാൻ ദുആ ചെയ്ത് നോക്കി, എൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. അള്ളാഹുവിന് നിങ്ങളോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അള്ളാഹു പെട്ടെന്ന് നിങ്ങൾക്ക് മറുപടി തരാത്തത്, ഉത്തരം തരാത്തത്. നിങ്ങൾ ദുആ നിർത്തുമോ എന്ന് കരുതിയിട്ടാണ്. നിങ്ങളെ കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് റാഹത്താക്കി തന്നാൽ പിന്നെ ആ ദുആ നിങ്ങൾ ഉണ്ടാവില്ല. അള്ളാഹുവിനോട് ദുആ ചെയ്യണം നിങ്ങൾ. അള്ളാഹുവിന് അത് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്തത്. അതുകൊണ്ട് അള്ളാഹുവിനോട് കൂടുതലായിട്ട് നിങ്ങൾ അടുക്കുക. അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കുക. അള്ളാഹ് നിങ്ങൾക്ക് ഉത്തരം നൽകും ഇൻഷാ അല്ലാഹ്. ആ ഒരു വിശ്വാസം നിങ്ങളെ മനസ്സിലുണ്ടാവണം. ഞാൻ നേരത്തെ ഈ ഒരു ദിക്റിൻ്റെ അർത്ഥം പറഞ്ഞില്ലേ, എനിക്ക് എൻ്റെ അല്ലാഹ് മതി, അവനല്ലാതെ എനിക്കൊരു ഇലാഹുമില്ല, അവൻ്റെ മേലാണ്, എൻ്റെ അള്ളാഹുവിൻ്റെലാണ് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുന്നത്. അങ്ങനെ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി. ഈ ഒരു ദിക്റ് ചൊല്ലുന്ന സമയത്തും ഇതിൻ്റെ അർത്ഥം ഇങ്ങനെ നിങ്ങളെ മനസ്സിൽ ഓർക്കുക. എനിക്ക് എൻ്റെ അല്ലാഹ് മതി, എൻ്റെ അല്ലാഹ് അല്ലാതെ എനിക്കൊരു ഇലാഹുമില്ല, ഞാൻ എൻ്റെ അള്ളാഹുവിലേക്കാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുന്നത്. അവനാണ് മഹത്തായ സിംഹാസനത്തിൻ്റെ നാഥനാണ് എൻ്റെ അല്ലാഹ്. എൻ്റെ അള്ളാഹു എൻ്റെ കാര്യം എനിക്ക് റാഹത്താക്കി തരും, എൻ്റെ അല്ലാഹ് എന്നെ കൈവിടില്ല. അങ്ങനെ ഒരു വിശ്വാസം നിങ്ങളുടെ മനസ്സിൽ വന്നാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. എന്തൊരു പ്രയാസം നമുക്ക് ജീവിതത്തിൽ, എന്തൊക്കെ പ്രയാസം ഇങ്ങനെ വരും അല്ലേ, ഓരോരോ പ്രയാസം വരും. ഇനിയിപ്പം ഒരുപാട് പണമുള്ള ആൾക്കാരായാലും അവർക്കുണ്ടാവും താങ്ങാൻ പറ്റാത്ത പ്രയാസം, മനസ്സിൽ ടെൻഷൻ ഉണ്ടാവും. ടെൻഷൻ വരുന്ന സമയത്ത് എനിക്ക് എൻ്റെ അല്ലാഹ് ഉണ്ട്, എൻ്റെ അല്ലാഹ് എന്നെ കൈവിടില്ല, എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്.
അങ്ങനെ ഒരു മനസ്സ് നിങ്ങളുടേതാവണം. എന്ത് വന്നാലും അള്ള എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടാവും. അള്ള അത് നമുക്ക് സാധിച്ചു തരും. അള്ള നമ്മളെ കാണും, ഉറപ്പാണ്. അള്ള എന്തെങ്കിലും കണ്ടു വെച്ചിട്ടുണ്ടാവും, നമ്മൾ പേടിക്കണ്ട. അങ്ങനെ നമ്മളെ കൂട്ടത്തിലുള്ളവരോട് പറയുക, എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അള്ള എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും, അള്ള എന്താണ് കണക്കാക്കിയത്, അതുകൊണ്ട് നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയുക. അള്ളയല്ലേ നമുക്ക് തന്നത്, ആ ടെൻഷൻ തരുന്നത് അള്ളയല്ലേ. അപ്പം അള്ളാഹു ഇതിനുള്ള എന്തെങ്കിലും പ്രതിനിധി കണ്ടു വെച്ചിട്ടുണ്ടാവും. അൽഹംദുലില്ലാ, പ്രയാസപ്പെടേണ്ട, ടെൻഷൻ ആവണ്ട. ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. ടെൻഷൻ അടിച്ച് നമുക്ക് വേറെ എന്തെങ്കിലും അസുഖമാവുക എന്നല്ലാതെ അതിനൊരു പോംവഴി ആവില്ല. അതുകൊണ്ട് എല്ലാം നാം അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുക. എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് പറയുക നിങ്ങളുടെ ടെൻഷൻ. അങ്ങനെ ഒരു വിശ്വാസം നിങ്ങളുടെ മനസ്സിലുണ്ടോ? നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും, ഉറപ്പാണ്, 100%. അൽഹംദുലില്ലാ. അപ്പം അതുപോലെയുള്ള ഇത് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവാനും മനസ്സിന് സമാധാനം ഉണ്ടാവാൻ, മനസ്സിൽ വല്ലാത്ത പ്രയാസത്തോടെ ആയിരിക്കും ഇരിക്കുന്നത്. കാരണം ഓരോ പ്രയാസത്തിലാണ്, ഭയങ്കര ടെൻഷനിലാണ്, എന്താ ചെയ്യുക എന്നറിയില്ല. അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു സമാധാനമാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സ് നല്ല ക്ഷമയോട് കൂടിയിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, പറഞ്ഞതിൽ എന്തെങ്കിലും ശരിയുണ്ടോ എന്ന്. അപ്പോൾ ഇൻഷാ അല്ലാ വീഡിയോ ലെങ്തായി പോകും പറഞ്ഞിട്ട്. ഇനി നമുക്ക് ഇൻഷാ അല്ലാ നാളത്തെ വീഡിയോയിൽ വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.